Welcome to Patriots. 2024 June മന്തിലെ എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ 40+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ കീഴിലാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വരുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രജിസ്റ്റേഴ്സ് സിവിലിയൻ എയർക്രാഫ്റ്റ്, സർട്ടിഫൈസ് എയർപോർട്ട്സ് ആൻഡ് പ്രൊവൈഡ്സ് ലൈസൻസ് ടു പൈലറ്റ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വർക്ക്സ് ആസ് ആൻ അറ്റാച്ച്ഡ് ഓഫീസ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ കീഴിലാണ് വരുന്നത്. ഇറ്റ്സ് എ റെഗുലേറ്ററി ബോഡി ഇൻ ദ ഫീൽഡ് ഓഫ് സിവിൽ ഏവിയേഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് ഇഷ്യൂസ് എയർ സേഫ്റ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. It investigates in accidents and incidents that occur within the Indian airspace and takes appropriate action to prevent in the future. It will happen in the future. Director General of Civil Aviation കീഴിലാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വരുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ടോട്ടൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 139 എയർപോർട്ട്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ടോട്ടൽ ഇന്ത്യയിൽ 24 ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്. അതുപോലെ 10 കസ്റ്റംസ് എയർപോർട്ട് ഉണ്ട്. ടോട്ടൽ 80 ഡൊമസ്റ്റിക് എയർപോർട്ട്സ് ആണുള്ളത് ഇന്ത്യയിൽ. ടോട്ടൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആകുമ്പോഴത്തേക്കും 24 ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ആണ് ഇന്ത്യയിലുള്ളത്. 80 ഡൊമസ്റ്റിക് എയർപോർട്ട്സ് ആണ് ഇന്ത്യയിലുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അണ്ടർ ടു കോയാലിഷൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് ബ്രിങ്സ് ടുഗദർ ഓവർ 270 ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ 270 അല്ല 180 സ്റ്റേറ്റ്സ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അണ്ടർ ടു കോയാലിഷൻ is the largest global network of state and regional governments committed to reducing emissions in line with Paris Agreement. Third question, purchasing managers index-ന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 കറക്റ്റ് ആൻസർ നമുക്ക് ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻകറക്റ്റ് ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് സി ഇങ്ങനെ പറയുന്നു, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് സ്കോർ 50 ഇൻഡിക്കേറ്റ്സ് കോൺട്രാക്ഷൻ ഇൻ ദി സെക്ടർ എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്ഷൻ അല്ല, എക്സ്പാൻഷനാണ്. ഒരു കമ്പനി 50 ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്കോർ 50 ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്ക് മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിനോ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. എന്നാൽ 50ക്ക് മുകളിലാണെങ്കിൽ ആ ബിസിനസ് ആക്ടിവിറ്റി എക്സ്പാൻഷൻ ചെയ്യുകയാണ്. 50ക്ക് താഴെയാണെങ്കിൽ എന്താണ് കാണിക്കുന്നത്? ആ ബിസിനസ് കോൺട്രാക്ഷൻ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ഇൻഡിക്കേറ്റർ വിച്ച് ഈസ് ഡിറൈവ്ഡ് ആഫ്റ്റർ മന്ത്ലി സർവേസ് ഓഫ് ദി ഡിഫറെൻറ്റ് കമ്പനീസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് S&P ഗ്ലോബൽ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് മെഷേഴ്സ് ആക്ടിവിറ്റി അറ്റ് ദ ഇൻപുട്ട് സ്റ്റേജ് മേക്കിംഗ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഡി പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് value published on monthly basis to provide insights into the trends of manufacturing sector. ഫസ്റ്റും സെക്കൻഡും തേർഡും കറക്റ്റാണ്. ഓപ്ഷൻ സി ഇൻകറക്റ്റാണ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് S&P ഗ്ലോബൽ ആണ്. It is an economic indicator derived from monthly survey of different companies. 2 ടൈപ്പ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഉണ്ട്. മാനുഫാക്ചറിംഗ് ഉണ്ട്, സർവീസിംഗ് ഉണ്ട്. പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് 50 മുകളിലാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റി എക്സ്പാൻഷൻ ചെയ്യുകയാണ്.
50 താഴെയാണെങ്കിൽ കോൺട്രാക്ഷനാണ്. എന്നാൽ 50-ലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ചേഞ്ചുമില്ല. മാനുഫാക്ചറിങ് സെക്ടർ ആയാലും സർവീസ് സെക്ടർ ആയാലും ആ കമ്പനി പ്രീവിയസ് മന്തിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചേഞ്ചും വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി ട്രൂ ഇഫ് ദി ഇൻഫ്ലേഷൻ ഇൻ ദി എക്കണോമി ഈസ് ഇൻക്രീസിങ്? ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അതായത് എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ ബോണ്ട് പ്രൈസ് ഡിക്രീസ് ആവും, ബോണ്ട് ഹോൾഡേഴ്സ് ലോസ് ആവും, അതേപോലെ ഡെപ്റ്റേഴ്സ് ഗെയിൻ ചെയ്യും, ഈൽഡ് ബോണ്ട്സ് ഇൻക്രീസ് ആവും. അതായത് ഇപ്പം എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആവും, ബോണ്ട് പ്രൈസ് ഡിക്രീസ് ആവും, പർച്ചേസിങ് പവർ ഡിക്രീസ് ആവും, ഡെപ്റ്റേഴ്സ് ഗെയിൻ ചെയ്യും, ബോണ്ട് ഹോൾഡേഴ്സ് ലോസ് ആവും. ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കൂ. എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടും, ബോണ്ട് പ്രൈസ് ഡിക്രീസ് ആവും. എന്നാൽ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഡിക്രീസ് ആവുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കുറയും, ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ആവും. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. എക്കണോമിയിൽ ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് ഡിക്രീസ് ആവും. അതേപോലെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ ബോണ്ട് ഈൽഡ് കൂടും, ബോണ്ട് പ്രൈസ് കുറയും. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. 2008 UPSC പ്രിലിംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് S&P 500 റിലേറ്റഡ് ടു? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. S&P 500 or Standard and Poor's 500 is an American stock index which is widely regarded as the best guide of large capital US equities. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 മാച്ച് ദ ഫോളോയിങ് ആണ്, ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സൈഡിൽ പോർട്സിൻ്റെ നെയിംസ് തന്നിട്ടുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്, അതേപോലെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഒഡീസ പോർട്ട് യുക്രൈനിലാണ്, അതേപോലെ പിറാറിസ് പോർട്ട് ഗ്രീസിലാണ്. സെക്കൻഡും തേർഡും കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ മുർമാൻസ്ക് ഈ പോർട്ട് റഷ്യയിലാണുള്ളത്. അതേപോലെ ഫോർത്തിലെ അഗാലിക മൗറിറ്റസിലാണുള്ളത്. മുർമാൻസ്ക് പോർട്ട് റഷ്യയിലാണ്, അഗാലിക പോർട്ട് മൗറിറ്റസിലാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ടെക്സ്റ്റൈൽ സെക്ടർ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റർ ഇൻ ഇന്ത്യ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സെക്ടർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ സെക്ടറാണ്. ഫസ്റ്റ് സെക്ടർ അഗ്രികൾച്ചറാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടർ. അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടർ ടെക്സ്റ്റൈൽ സെക്ടറാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇന്ത്യ ഇസ് ദി ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇന്ത്യയല്ല, റഷ്യയാണ് വേൾഡിലെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് റെമിറ്റൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 7ൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇൻകറക്റ്റ്. ബാക്കി 1ഉം 3ഉം 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. റഷ്യയാണ് ലോകത്തെ ലാർജസ്റ്റ് ഫെർട്ടിലൈസർ എക്സ്പോർട്ടർ. അതേപോലെ ബ്രസീലാണ് ലോകത്തെ ലാർജസ്റ്റ് ഇമ്പോർട്ടർ, ഫെർട്ടിലൈസർ ഇമ്പോർട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആണ് ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള. ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു.
National Testing Agency was founded through an Act of Parliament in 2019 എന്ന് പറയുന്നത്. ഇത് 2019 2017 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലാണ് വരുന്നത്. ഏത് ആക്ട് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുന്നത്. അതിന് കീഴിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തത് 2017 അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലാണ് കീഴിലാണ് ഈ നീറ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ മിക്ക എൻട്രൻസ് എക്സാമിനേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസീസ് ആണ്. സോ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2017 19 സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇത് പ്രൈം മിനിസ്റ്റർ അല്ല ഹെഡ് ചെയ്യുന്നത്, ക്യാബിനറ്റ് സെക്രട്ടറി ആണ് നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിന്റെ ഹെഡ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. Which one of the following is the correct sequence in the decreasing order of contribution of different sectors to the gross domestic product of India? Question number 11 correct answer option A ആണ്. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ സർവീസ് സെക്ടറാണ്, അതിനുശേഷം ഇൻഡസ്ട്രി സെക്ടറാണ്, അതിനുശേഷമാണ് അഗ്രികൾച്ചർ സെക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 11 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. Which among the following is not a report published by World Economic Forum? Option A ആണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് റിപ്പോർട്ടാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട് വേൾഡ് ബാങ്ക് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് റിപ്പോർട്ടും ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടും എനർജി ട്രാൻസിഷൻ ഇൻഡെക്സും എല്ലാം തന്നെ വേൾഡ് എക്കണോമിക് ഫോറം ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 13. Which of the following institution under the World Bank Group exclusively deals with the private sector in developed countries? Option B ആണ് correct answer. The International Finance Corporation ആണ് correct answer. അടുത്ത question number 14. With reference to balance of payments, which of the following constitutes the current account? Current account കീഴിൽ വരുന്ന ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടെണ്ണേ വരുന്നുള്ളൂ. കറണ്ട് അക്കൗണ്ടിലും ബാലൻസ് ഓഫ് ട്രേഡ് വരുന്നുണ്ട്, അതേപോലെ ബാലൻസ് ഓഫ് ഇൻവിസിബിൾസും വരുന്നുണ്ട്. ഫോറിൻ അസൻസും സ്പെഷ്യൽ ഡ്രോയിങ് റൈസൻസ് എല്ലാം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഓഫ് ട്രേഡ് വരുന്നുണ്ട്, അതേപോലെ ഇൻവിസിബിൾ അക്കൗണ്ടും വരുന്നുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് SDR ഒക്കെ വരുന്നത്, ഫോറിൻ അസറ്റ്സ് ഒക്കെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ഡയറക്റ്റ് ടാക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇൻകം ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആൻഡ് GST ആർ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അറിയാം GST ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ്. ഡയറക്റ്റ് ടാക്സ് ഒരു പ്രോഗ്രസീവ് ടാക്സ് ആണ്, പ്രോഗ്രസീവ് നേച്ചർ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം. നാഷണൽ ഫോറൻസിക് ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസ്മെന്റ് സ്കീം സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലാണ് വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. വിത്ത് റെഫറൻസ് ടു ഫെയിം സ്കീം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 17ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ദി സ്കീം ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. ഫെയിം സ്കീം അതായത് ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഈ സ്കീം മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ കീഴിലാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, phase 3 of the scheme will introduce incentives for public transport vehicles.
കറക്റ്റാണ്. ഫേസ് 3 തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമല്ല വരുന്നത്, ഈ സപ്പോർട്ട് ചെയ്യുന്നത് 2 വീലേഴ്സ് 3 വീലേഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾസും, അതേപോലെ ഈ ട്രക്സും, ഈ ബസ്സസും, ഈ ആംബുലൻസും, അതേപോലെ ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരുന്ന അപ്ഗ്രഡേഷൻ ഓഫ് ടെസ്റ്റിംഗ് ഏജൻസീസ് എല്ലാം കൊണ്ടുവരുന്നത് ഫേസ് 3 ആണ്. ഇതിലൂടെ ചോദിച്ചത് വിൽ ഇൻട്രൊഡ്യൂസ് ഇൻസെന്റീവ്സ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. സോ ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫെയിം ഇന്ത്യ സ്കീം മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന് കീഴിലാണ് വരുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് 2015 ടു എൻകറേജ് ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസ്. അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. Question number 90. Poverty Reduction and Growth Trust and Resilience and Sustainability Trust refers to. Question number 90 correct answer option D ആണ്. ഈ concessional lending facilities granted by IMF to its members. Option D ആണ് question number 90 correct answer. അടുത്ത question number 20. കവച് സിസ്റ്റത്തെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കവച് സിസ്റ്റത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Question number 20 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത question number 21. വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട് വരുന്ന ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3 കറക്റ്റ് ആണ്. ഇതിൽ 4th വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്നതാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്, എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ എക്കണോമിക് ഔട്ട്ലുക്ക് എല്ലാം തന്നെ വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്നതാണ്. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് വേൾഡ് ബാങ്ക് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത question number 22. With reference to Jal Jeevan Mission, consider the following statements. Question number 22 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ജൽ ജീവൻ മിഷന്റെ നിയമമാണ് പ്രൊവൈഡിംഗ് പൈപ്പ് ഡ്രിങ്കിംഗ് വാട്ടർ ടു ഓൾ ഹൗസ് ഹോൾഡ്സ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദി മിഷൻ. പൈപ്പ് വാട്ടർ നൽകുന്ന, അതിലൂടെ ജലം നൽകുന്ന ജൽജീവൻ മിഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ദ സ്കീം എൻഷുർസ് എ പ്രീസെറ്റ് പെർ ഡേ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ഈച്ച് പേഴ്സൺ ഇൻ എവറി ഹൗസ് ഹോൾഡ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 55 liters ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 22 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. Reciprocal exchange of logistic agreement recently seen in news is bilateral agreement between option D ആണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതാണ് reciprocal exchange of logistic agreement. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. Which of the following act and laws is not under the purview of Enforcement Director? Enforcement Director ഏത് ആക്ട് ആണ് അല്ലാത്ത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആക്ടിന് കീഴിൽ വരുന്നതല്ല. ആദ്യത്തെ 3 കറക്റ്റ് ആണ്. എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രീമിയർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് ഇവർ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഒഫൻസസ് ഓഫ് മണി ലോണ്ടറിംഗ് ആൻഡ് വയലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ലോസ്. It is a statutory function of directorate include the enforcement of following acts. ഇതൊക്കെ ആയിട്ടാണ് കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട്, അതേപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ടിൽ വരുന്നുണ്ട്. പക്ഷേ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഒന്നും വരുന്നില്ല. 1985. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. Which of the following statements regarding the financial stability report published by RBI is correct? Question number 25 correct answer option C ആണ്.
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടും RBI ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ആനുവലി അല്ല, ബൈ ആനുവൽ ആണ്. 2 പബ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓപ്ഷൻ ബി നോക്കൂ, ഇറ്റ് ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ബാങ്കിങ് സെക്ടർ. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ഇത് ബാങ്കിങ് സെക്ടർ മാത്രമല്ല, ഗ്ലോബൽ എക്കണോമിക് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് കറക്റ്റ് ആൻസർ 25ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26. How many of the above given international organization are part of United Nations ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 26ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. അതായത് 2 എണ്ണം കറക്റ്റ് ആണ്, ഇതിൽ 3 എണ്ണം ഇൻകറക്റ്റ് ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UN കീഴിൽ വരുന്നതല്ല. അതേപോലെ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് UN കീഴിൽ വരുന്നതല്ല. അതേപോലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും യുണൈറ്റഡ് നേഷൻസ് കീഴിൽ വരുന്നതല്ല. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് ഫുഡ് പ്രോഗ്രാമും യുണൈറ്റഡ് നേഷൻസിന് കീഴിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27 ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 27ന്റെ എന്തുകൊണ്ട് ഡി ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ആ ഇക്വേഷൻ അറിയാം. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇക്വൽ ടു ഗവൺമെന്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ ആണ്. ഇവിടെ ടോട്ടൽ റെസീപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഡി ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28 ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇന്ത്യ ഈസ് ആൻ ആക്ഷൻ വിത്ത് ഒബ്സർവർ സ്റ്റാറ്റസ് അറ്റ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നു. ഇന്ത്യക്ക് ഒരു ഒബ്സർവർ സ്റ്റാറ്റസ്, ഇന്ത്യ ഈസ് എ മെമ്പർ ഓഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1989ലാണ്. 1989ലാണ്. ഇത് G7 ഗ്രൂപ്പ്സിന്റെ ഇനിഷ്യേറ്റീവാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇന്ത്യ 2010 ഇന്ത്യ ഒരു ഫുൾ മെമ്പറാണ്. ഇതിന്റെ സെക്രട്ടേറിയറ്റ് പാരീസിലാണ് വരുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആദ്യം കൗണ്ടർ ടെററിസം ഇല്ലായിരുന്നു ഇതിന്റെ ഇനിഷ്യേറ്റീവായിട്ട്, എയിമായിട്ട്, ഒബ്ജക്റ്റീവായിട്ട്. പിന്നീടാണ് കൗണ്ടർ ടെററിസം വരുന്നത്. അങ്ങനെ ബേസ് ചെയ്ത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29 ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോയുടെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 29ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ RBI ആസ് ആൻ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോയിന് ബേസ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30 റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 30ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് റെഗുലേഷൻ ഓഫ് RBI. RRB ആർ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് NABARD. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, RRBs can be sponsored by commercial banks. കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, അതേപോലെ സെൻട്രൽ ഗവൺമെന്റാണ് ഷെയർ കൂടുതൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31 ടാരിഫിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ടാരിഫ് ബാരിയേഴ്സ് ആർ യൂസ്ഡ് ടു റൈസ് ദ പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് വൈൽ നോൺ ടാരിഫ് ബാരിയേഴ്സ് ആർ ഓഫൻ യൂസ്ഡ് ടു റെസ്ട്രിക്ട് ദ വോളിയം ഓഫ് ട്രേഡ് കണ്ടക്ടഡ് വിത്തിൻ അതർ കൺട്രീസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസർ ബെനിഫിറ്റ് മോർ ഫ്രം ടാരിഫ് ബാരിയേഴ്സ് വൈൽ ഇറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ടു ഡൊമസ്റ്റിക് കൺസ്യൂമർ. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എന്താണ് ടാരിഫ്? ടാരിഫ്സ് ആർ ദ ഡയറക്റ്റ് ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. When a country imposes tariffs, it makes imported products more expensive.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. The index of industrial production is a crucial indicator, but it has a limitation. Which of the following is not a limitation of index of industrial production? Option D ആണ് correct answer. ഇത് ഇതിൻ്റെ കീഴിൽ വരുന്നതല്ല, ബാക്കി ആദ്യത്തെ മൂന്നെണ്ണം വരുന്നതാണ്. Index of industrial production is one of the prime indicators of economic development. For the measurement of trends in the behavior of industrial production over a period of time with reference to a chosen base year. Publish ചെയ്യുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024 ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 33ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. ക്വസ്റ്റ്യൻ നമ്പർ 34ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇൻകറക്റ്റ് ആണ്. ടാക്സ് ഇലാക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് റവന്യൂ ആൻഡ് ടാക്സ് റേറ്റ് ആണ്. ടാക്സ് ബോയൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാക്സ് റവന്യൂ ആൻഡ് GDP ആണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിട്ടുള്ളത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇൻകറക്റ്റ് ആണ്. ആൻസർ കീ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35 FDA ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ കീ ഇവിടെ നൽകിയിട്ടുണ്ട്. പൗസ് ചെയ്ത് വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. A higher incremental capital output ratio indicates which of the following? ക്വസ്റ്റ്യൻ നമ്പർ 36ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇപ്പം ഒരു രാജ്യത്ത് അതിൻ്റെ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറവാണെങ്കിൽ, എന്താണ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ദ എക്കണോമി. ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇപ്പോൾ ഒരു രാജ്യത്തെ എക്കണോമിയിൽ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറവാണെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ആ രാജ്യത്തിന്റെ എക്കണോമിയിലെ GDP വർധനവാണ്. സോ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ റേഷ്യോ കുറവാണെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് എഫിഷ്യൻസി കൂടുതലാണ്. എന്നാൽ ഒരു എക്കണോമിയിൽ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൂടുതലാണെങ്കിൽ ലോവർ എഫിഷ്യൻസിയാണ് ക്യാപിറ്റൽ കാണിക്കുന്നത്. സോ incremental capital output ratio explains the relationship between level of investment made in the economy, subsequent increase in GDP. In economy le incremental capital output ratio less ആണെങ്കിൽ more efficient production ആണ് എക്കണോമിയിൽ ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37. വാല്യൂ ആഡഡ് മെത്തേഡിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അഡീഷണൽ വാല്യൂ ടു ദ റോ മെറ്റീരിയൽ അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓട്ടോണമസ് ബോഡി വിത്ത് എ മെമ്പർഷിപ്പ് ഓഫ് 193 മെമ്പർ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ. ഇതൊരു ഓട്ടോണമസ് ബോഡി അല്ല, അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു 2023 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 40 ആയിരുന്നു. 23 ഇന്ത്യയുടെ റാങ്ക് 40 ആയിരുന്നു. അത് 24 ആകുമ്പോഴത്തേക്കും 39 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂരാണ് ഫസ്റ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സെക്കൻഡ് ആണ്, ചൈനയാണ് തേർഡ് സ്ഥാനത്ത്. ഇന്ത്യ 39 ആണ് 2024 ഇൻഡെക്സ് അനുസരിച്ച്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39 വീറ്റ് പ്രൊഡക്ഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40 നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.
രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന് കീഴിലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. ഷ്രിങ്ക്ഫ്ലേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ഓർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ് വൈൽ മെയിൻറ്റെയിനിങ് ദ സെയിം പ്രൈസ്. ഇതാണ് ഷ്രിങ്ക്ഫ്ലേഷൻ്റെ ഡെഫിനിഷൻ ടേം. അതായത് ഇപ്പം ഞാൻ ഈ വർഷം ഒരു ചോക്ലേറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് ചോക്ലേറ്റ് പ്രോഡക്ട്സ് വിൽക്കുകയാണെന്ന് വിചാരിക്കാം. എൻ്റെ ചോക്ലേറ്റിന് 20 രൂപയാണ്. അതിൽ ടോട്ടൽ 60 ഗ്രാംസ് ചോക്ലേറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എന്തായാലും മാർക്കറ്റിൽ എൻ്റെ ഈ ചോക്ലേറ്റ് പ്രോഡക്റ്റ് വളരെ ഫേമസ് ആണ് എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ഇയറിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 രൂപയാണെങ്കിലും അതിൽ ഫസ്റ്റ് ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ 60 ഗ്രാമാണ് കൊടുത്തിരുന്നത്. പൈസ ചേഞ്ച് ചെയ്യാതെ 20 തന്നെ ഞാനത് 55 ഗ്രാംസ് മാത്രം കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഷ്രിങ്ക്ഫ്ലേഷൻ എന്ന് പറയുന്നത്. എ ഡിക്രീസ് ഇൻ ദ സൈസ് ഓർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ് വൈൽ മെയിൻറ്റെയിനിങ് ദ സെയിം പ്രൈസ്. ഇതിനാണ് ഷ്രിങ്ക്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് എ മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ടോക്കിയോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, കൺട്രീസ് ലൊക്കേറ്റഡ് ഇൻ ദി ഏഷ്യ പസഫിക് റീജിയൻ ഓൺലി ആർ എലിജിബിൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിൽ ഏഷ്യ പസഫിക് റീജിയനിലുള്ള കൺട്രീസ് മാത്രമല്ല ടർക്കിയും വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫിലിപ്പീൻസിലാണ്, മാനില ഫിലിപ്പീൻസിലാണ് ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ് ടെക്നോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ക്വസ്റ്റ്യൻ നമ്പർ 43ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. ഡെറിവേറ്റീവ് ആൻഡ് ഫ്യൂച്ചർ ഓപ്ഷൻസിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബി. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം. ഇത് കറക്റ്റ് ആണ്, സെൻട്രൽ സെക്ടർ സ്കീമാണ് നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ. എന്നാൽ ഇത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന് കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീന് കീഴിലല്ല വരുന്നത്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന് കീഴിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ഓൺ ദ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഓഫ് ബീ കീപ്പിംഗ് ആൻഡ് ബീ ഹൈവ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ് മാത്രമല്ല, പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, അതേപോലെ റിസർച്ച് ഡെവലപ്മെന്റ് ടെക്നോളജി ഉണ്ട്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 45ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46. സർക്കുലർ എക്കണോമി ലീനിയർ എക്കണോമി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് സർക്കുലർ എക്കണോമി? ടിപ്പിക്കൽ എക്സാമ്പിൾ ഒരു പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് നമുക്ക് റീയൂസിബിൾ ചെയ്യാം. എന്നാൽ ലീനിയർ എക്കണോമിയിൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ ക്രൂഡ് ഓയിലാണ്. ഓയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വൺ ടൈം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. The linear economy is built on a model of extracting raw materials from nature, turning them into products, and then discarding them as waste. Circular economy is about reusing and recycling materials and the products for as long as possible, instead of constantly making new ones. Example ആയിട്ട് പറയാൻ നമുക്ക് പ്ലാസ്റ്റിക് ആണ്.
എന്നാൽ ലീനിയർ എക്കണോമിയിൽ എക്സാമ്പിളായിട്ട് നമുക്കൊരു ഓയിൽ പറയാം, ക്രൂഡ് ഓയിൽ. ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 46ന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47 ഗ്ലോബൽ വാല്യൂ ചെയിനിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എ പ്രോസസ് വേർ എ പ്രൊഡക്ഷൻ ഇസ് ഫ്രാഗ്മെന്റഡ് and spread across different countries is specializing in different stages of production. ഇതാണ് ഗ്ലോബൽ വാല്യൂ ചെയിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. അതായത് നമുക്കറിയാം ഐഫോണിൻ്റെ റിസർച്ച് ഡെവലപ്മെൻറ്റും ഡിസൈനും എല്ലാം യുണൈറ്റഡ് നേഷൻസിലാണ് നടക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ചിപ്പ് മാനുഫാക്ചറിങ് തായ്വാനിലായിരിക്കും. അതിൻ്റെ മറ്റ് പ്രോഡക്ട്സ് കമ്പോണൻസ് എല്ലാം വേറെ വേറെ രാജ്യങ്ങളിലായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. അവസാനം ഇതിനെ അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിലോ ചൈനയിലോ ആയിരിക്കും. ഇതിനെയാണ് ഗ്ലോബൽ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു: ദി പ്രോസസ് വേർ ദി പ്രൊഡക്ഷൻ ഈസ് ഫ്രാഗ്മെന്റഡ് ആൻഡ് സ്പ്രെഡ് അക്രോസ് ഡിഫറെന്റ് കൺട്രീസ് ഈസ് സ്പെഷ്യലൈസിംഗ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് ഗ്ലോബൽ വാല്യൂ ചെയിൻ. എക്സാമ്പിൾ ഐഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48 ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 48ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എ. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? അതായത് ഇപ്പോൾ ഒരു ജോലിക്ക് 10 പേരാണ് ആവശ്യമുള്ളതെങ്കിൽ, പക്ഷെ അതിൽ 20 പേരെ ഇൻക്ലൂഡ് ചെയ്യുന്നു. കാരണം 10 പേർക്കും കൂടെ ജോലി വേണം. അത് ആ ഒരു മോർ നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയിഡ് ദാൻ ആക്ച്വലി നീഡഡ്. ഇതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് മൻരേഗ പറയാം. കാരണം ഒരു വഴി വെട്ടാൻ വേണ്ടിയിട്ട് 10 പേരാണ് വേണ്ടെങ്കിൽ മൻരേഗയിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്യും തൊഴിലുറപ്പിന് വേണ്ടിയിട്ട്. സോ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ പല ടൈപ്സ് ഉണ്ട്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49 നാഷണൽ ഹൈഡ്രജൻ മിഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പവർ എന്നാണ് പറയുന്നത്. നാഷണൽ ഹൈഡ്രജൻ മിഷൻ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ കീഴിലാണ് വരുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50 ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: ഇറ്റ് വിൽ ഷോർട്ടൻ ദ റൂട്ട് ഫോർ ചൈനാസ് എനർജി ഇമ്പോർട്ട്സ് ഫ്രം ദ മിഡിൽ ഈസ്റ്റ് ബൈ അവോയ്ഡിംഗ് ദി സൂയിസ് കനാൽ എന്ന് പറഞ്ഞു. ഇത് സൂയിസ് കനാൽ വഴിയൊന്നുമില്ല. ചൈനീസ് പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ചൈനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ വഴി പാകിസ്ഥാന്റെ ഗോഡ്വാർ പോർട്ടിൽ വരുന്നു. അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലോട്ടും യൂറോപ്പിലോട്ടുമാണ് ട്രേഡ് നടക്കുന്നത്. സൂയിസ് കനാൽ വഴിയൊന്നുമില്ല. അപ്പം ഇത് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക വഴി ട്രേഡ് കുറയ്ക്കും ചൈനയ്ക്ക്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ വഴി ട്രേഡ് നടക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 50യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51 ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ബേസിസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The fusion of technologies blurs the lines between physical, digital and biological spheres. അതായത് മെയിൻ ആയിട്ട് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ന്യൂ ടെക്നോളജി സച്ച് ആസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അഡിക്റ്റീവ് മാനുഫാക്ചറിങ്, ആഗുമെന്റഡ് ഓർ വിർച്വൽ റിയാലിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 51ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 52 ബേസ് ചെയ്യുന്ന ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. എ ബെഞ്ച് മാർക്ക് ഇയർ യൂസ്ഡ് ഫോർ ദ കമ്പാരിസൺ എക്കണോമിക് ഇൻഡൈസസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 53 ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 53ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്നല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ.
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 53യുടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 54 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ബോക്സസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്രീൻ ബോക്സ് എന്താണ് നോൺ ട്രേഡിംഗ് ഡിസ്റ്റോർട്ടിംഗ് ആണ്. അതായത് ഗ്രീൻ ബോക്സ് സബ്സിഡീസ് നൽകുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ വേൾഡ് ട്രേഡിൻ്റെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് പെർമിറ്റഡ്. മെയിനായിട്ട് 4 ബോക്സസ് ആണ് ഉള്ളത്. പ്രധാനമായിട്ട് ഗ്രീൻ ബോക്സ്, ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ്, പിന്നെ മറ്റൊരു ബോക്സ് ഉണ്ട്, അത് എസ് ആൻഡ് ഡി ബോക്സ് എന്ന് പറയും. അപ്പം ഗ്രീൻ ബോക്സിന് എന്താണ്, ഗവൺമെൻറ് സബ്സിഡീസ് നൽകുന്നത് നോൺ ട്രേഡിംഗ് ഡിസ്റ്റോർട്ടിംഗ് ആണ്. ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് പെർമിറ്റഡ് ആണ്. നോ എഫക്റ്റ് ഓൺ ദ ട്രേഡ് ബിറ്റ്വീൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ്. ഇറ്റ് ഈസ് നോ എഫക്റ്റ് ഓൺ ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കൺട്രി. ഗ്രീൻ ബോക്സ് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ്, നോട്ട് കൺസിഡർ ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ്. അതായത് സബ്സിഡീസ് നൽകുന്നത് ഒന്നും തന്നെ ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഇൻഷുറൻസ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം ഈ സബ്സിഡീസ് ഒക്കെ. എന്നാൽ ബ്ലൂ ബോക്സ് മാർക്കറ്റിംഗ് ഡിസ്റ്റോർട്ടിംഗ് ആണ്. ഇവിടെ തിരിച്ചാണ് തന്നിട്ടുള്ളത്. അതാണ് ഓപ്ഷൻസ്. മാർക്കറ്റ് ഡിസ്റ്റോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. എന്നാൽ ആംബർ ബോക്സ് ട്രേഡ് ഡിസ്റ്റോർഷൻ നടത്തുന്നുണ്ട്. സബ്സിഡീസ് നൽകുന്നത് ട്രേഡ് ഡിസ്റ്റോർഷൻ നടത്തുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ബേസ്ഡ് സബ്സിഡീസ് എക്സാമ്പിളായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീം കോട്ടഡ് യൂറിയ ഓർ ഗോൾഡ് യൂറിയ ഒക്കെ എക്സാമ്പിളാണ്. പ്രൈസ് ബേസ്ഡ് സബ്സിഡീസ് വേണമെങ്കിൽ ആംബർ ബോക്സിന് എക്സാമ്പിളായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ MSP ആണ്, മിനിമം സപ്പോർട്ട് പ്രൈസ്. അതേപോലെ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. സോ ആംബർ ബോക്സ് ട്രേഡ് ഡിസ്റ്റോർഷൻ നടത്തുന്നുണ്ട്. ബ്ലൂ ബോക്സ് മാർക്കറ്റിംഗ് ഡിസ്റ്റോർട്ടിംഗ് നടത്തുന്നുണ്ട്. ഗ്രീൻ ബോക്സ് നോൺ ട്രേഡ് ഡിസ്റ്റോർഷൻ നടത്തുന്നു. ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 54ൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 55. എക്കോ നിവാസ് സംഹിത ബേസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 55ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ 56. ഇൻ എ ലിക്വിഡിറ്റി ട്രാക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്കണോമിക് ടൂൾസ് ബിക്കംസ് ഇൻഎഫക്റ്റീവ്? ഓപ്ഷൻ ബി മോണിറ്ററി പോളിസിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 57. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ക്വസ്റ്റ്യൻ 57ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 58. മറ്റേണിറ്റി മൊർട്ടാലിറ്റി റേറ്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇറ്റ് റിഫേഴ്സ് ടു ദ നമ്പർ ഓഫ് മറ്റേണൽ ഡെത്ത് പെർ 1000 ലൈഫ് ബർത്ത് എന്നാണ് പറയുന്നത്. 1000 ലൈഫ് ബർത്ത് അല്ല, 1 lakh ആണ്. 1 lakh ബർത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 59. ഇതിൽ തന്നിരിക്കുന്നതിന്റെ ഏത് രാജ്യമാണ് ഒപെക്കിലെ മെമ്പേഴ്സ് അല്ലെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, USA ആണ്. USA ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ മെമ്പർ അല്ല. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1960-ലാണ്. പ്രധാനമായിട്ടും 13 സ്റ്റേറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 13 സ്റ്റേറ്റ്സ് എന്ന് ഇവിടെ മാപ്പ് നോക്കിയാൽ നമുക്ക് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ 60. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. NSO. ക്വസ്റ്റ്യൻ നമ്പർ 60ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. NSO മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് കീഴിലാണ് വരുന്നത്, അല്ലാതെ മിനിസ്ട്രി ഓഫ് ലേബറിന് കീഴിലല്ല. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് കീഴിലാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 61. ഗ്ലോബൽ ഫ്യൂച്ചർ കൗൺസിൽ ഓൺ ദ ഫ്യൂച്ചർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് വേൾഡ് എക്കണോമിക് ഫോറം ഈസ് ദ കറക്റ്റ് ആൻസർ.
ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 62 ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 63 ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ നമ്മൾ ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 63യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫേംസ് ലീഡിംഗ് ടു എ വേജ് പ്രൈസ് സ്പൈറൽ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സിനെ ബേസ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 64ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിലാണ് വരുന്നത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 65 മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 65ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി? ടു അലോ ബാങ്ക്സ് ടു ബോറോ ഓവർനൈറ്റ് ഫണ്ട് ഫ്രം ദ RBI ഇൻ കേസ് ഓഫ് സിവിയർ ലിക്വിഡിറ്റി ഷോർട്ടേജ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 66 ക്വസ്റ്റ്യൻ നമ്പർ 66ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്സ് ബാങ്ക് മാത്രമല്ല മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 67 മണ്ഡൽ കമ്മീഷന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസസിന് മെഷേഴ്സ് ചെയ്യുക, അഡ്വാൻസ്മെന്റ് ചെയ്യുക, റെക്കമെൻഡേഷൻസ് ആണ് മണ്ഡൽ കമ്മീഷനിൽ ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 67ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 68 ബോണ്ട് ഈൽഡ് ബോൾഡ് പ്രൈസിന്റെ ബേസിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ബോണ്ട് ഈൽഡ് ബോൾഡ് പ്രൈസിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 68ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ബോണ്ട് ഈൽഡ്സ് ആൻഡ് ബോണ്ട് പ്രൈസ് ആർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതായത് ഇപ്പോൾ ബോണ്ട് ഈൽഡ് വർദ്ധിക്കുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് കുറയും. ഇൻ കേസ് ബോണ്ട് ഈൽഡ് കുറയുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് കൂടും. സോ there is an inverse relationship between bond yields and bond price. ആൻസർ കീ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 69 2014 UPSC പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ബേസ് ചെയ്ത് നമ്മൾ നേരത്തെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 69ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ഇൻവെസിബിൾസും കറണ്ട് അക്കൗണ്ടിൽ കീഴിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 70 സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്ടിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 70ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ആസ് എ ഓട്ടോണമസ് സൊസൈറ്റി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിന് കീഴിലല്ല വരുന്നത്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷന് കീഴിലാണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് വരുന്നത്. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് 1990 സെറ്റപ്പ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1991 അതോടുകൂടിയാണ് അതിൽ പ്രകാരമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1991. ഇത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കീഴിലാണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71 നാനോ ഫെർട്ടിലൈസേഴ്സിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 71ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്, നമുക്ക് നോട്ട് കറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ദ സ്മോൾ സൈസ് ഓഫ് നാനോ ഫെർട്ടിലൈസേഴ്സ് പൊസസ് ഒബ്സ്റ്റക്കിൾസ് ടു ദെയർ എബിലിറ്റി ടു ഇൻഫിൽട്രേറ്റ് പ്ലാന്റ് സെൽസ്. ഇത് ഇൻകറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 72 പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഈ സ്കീം ഇംപ്ലിമെന്റ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ റീജിയനിലാണ് കാറ്റഗറി വരുന്നത്, എലിജിബിലിറ്റി വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 72ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബെനിഫിഷ്യറി ലെഡ് കൺസ്ട്രക്ഷൻ
affordable housing in partnership, institute some redevelopment, credit link subsidy scheme. 4 വരുന്നുണ്ട്. ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ലം റീഡെവലപ്മെന്റ് വരുന്നുണ്ട്, അഫോർഡബിൾ ഹൗസിംഗ് ഇൻ പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്, ബെനിഫിഷ്യറി ലെറ്റ് കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 73. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബേസിസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു, മിനിസ്ട്രിയൽ കോൺഫറൻസ് കൺവേസ് ദ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി ടു ഡീൽ വിത്ത് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് എന്നാണ്. മിനിസ്ട്രി ഓഫ് കോൺഫറൻസ് എന്നല്ല, ജനറൽ കൗൺസിൽ കൺവീൻസ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 74. കാഷ്വാലിറ്റി ഇൻവെസ്റ്റിഗേഷൻ കോഡിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു മാരിടൈം ഇൻസിഡന്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മാരിടൈം ട്രേഡിന്റെ ബേസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 75. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് റെഫേഴ്സ് ടു ദ റേഞ്ച് ബിറ്റ്വീൻ ദ റിപ്പോ റേറ്റ് ആൻഡ് റിപ്പോ റേറ്റ് സെറ്റപ്പ് ബൈ സെൻട്രൽ ബാങ്ക് ടു മാനേജ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. കറക്റ്റ് ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 76. പബ്ലിക് ഡെപ്റ്റിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77. പുനാർസി ഒസ്ഗർ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അത് നമുക്ക് ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദി സ്കീം ഗീവ്സ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ടു ടൂറിസം ആൻഡ് പൊട്ടൻഷ്യൽ ടു പ്രൊമോട്ട് കൾച്ചറൽ ഹെറിറ്റേജ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീം മിനിസ്റ്റർ ഓഫ് ടൂറിസത്തിന്റെ കീഴിലാണ് വരുന്നത്. അതേപോലെ primary goal of the scheme is to offer long-term occasional training to educate unemployed youth age 18 to 28. This statement is incorrect. The primary goal of the scheme is to offer short-term occasional training to educate unemployed youth age 18 to 28 to improve their skill and employability. അടുത്ത question number 78. Syndicated loans based question ആണ്. Question number 78 correct answer option A ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത question number 79. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എനർജി കൺസർവേഷൻ, ബിൽഡിംഗ് കോഡ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലേബലിംഗ്, പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത question number 80. മോണിറ്ററി പോളിസി കമ്മിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, RBI Act 1937. ഇത് 6-member കമ്മിറ്റിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. RBI അല്ല. ഇവിടെ RBI എന്നാണ് പറയുന്നത്. RBI അല്ല അപ്പോയിന്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഓൺലി ചെയർപേഴ്സൺ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി റൈസ് എ സ്റ്റേറ്റ്മെന്റ് സ്പെസിഫൈങ് ദ റീസൺ ഫോർ വോട്ടിംഗ് ആൻഡ് ഇൻ ഫേവർ. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം ചെയർമാൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 81. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 81. ഇതിൽ ഡിവിസിബിൾ പൂൾ വരുന്ന ടാക്സസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 81 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ ടാക്സും വരുന്നത്. കോർപ്പറേഷൻ ടാക്സ് വരുന്നുണ്ട്, പേഴ്സണൽ ഇൻകം ടാക്സ് വരുന്നുണ്ട്, GST വരുന്നുണ്ട്. അതേപോലെ സെൻട്രൽ ഷെയർ ഓഫ് ഇന്റഗ്രേറ്റഡ് GST വരുന്നുണ്ട് ഡിവിസിബിൾ പൂളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 81 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 82. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 82 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇതൊരു ഓട്ടോണമസ് ബോർഡ് അല്ല. ഇത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2020 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏതാണ്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റീപ്ലേസ് ചെയ്ത്. ഇത് ഓട്ടോണമസ് ബോർഡാണ്. പക്ഷെ 5 ഓട്ടോണമസ് ബോർഡ് അല്ല, 4 ആണ്. 4 ഓട്ടോണമസ് ബോർഡാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്.
4 ഓട്ടോണമസ് ബോഡി, അതായത് UG വരുന്നുണ്ട്, PG വരുന്നുണ്ട്, മെഡിക്കൽ അസോസിയേഷൻ ആൻഡ് റിലേറ്റഡ് ഐറ്റംസ് വരുന്നുണ്ട്, അതേപോലെ എത്തിക്സും വരുന്നുണ്ട്, എത്തിക്സ് ആൻഡ് മെഡിക്കൽ രജിസ്ട്രേഷൻ ബോർഡും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. ക്വസ്റ്റ്യൻ നമ്പർ 38, ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 83. ഈ ക്വസ്റ്റ്യൻ നമ്പർ 83യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റിയുടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ടോക്കിയോ ആണ്, ജപ്പാനാണ്. ഇതിൽ 4 പില്ലേഴ്സ് ഉണ്ട്, അതായത് ഫെയർ ആൻഡ് റിലൈസൻസ് ട്രേഡ്, സപ്ലൈ ചെയിൻ റിലൈസൻസ്, ക്ലീൻ എക്കണോമി, ഫെയർ ആൻഡ് എക്കണോമി. ഇതിലുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ ഇതിൽ മെമ്പേഴ്സ് ആവണമെന്നില്ല, കാരണം ഇന്ത്യ ഒരു മെമ്പറാണ്. ഇന്ത്യ സെക്കൻഡ്, അതായത് സപ്ലൈ ചെയിൻ റിലയൻസും ഫെയർ എക്കണോമി മാത്രമാണ് സ്റ്റാറ്റസ് ഉള്ളത്, മെമ്പറായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് പ്രോസ്പെരിറ്റി പാർട്ട്നേഴ്സ് ആർ മാൻഡേറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓൾ 4 ഓഫീസ് പില്ലേഴ്സ് എന്നാണ്. ഇന്ത്യ ഇതിൽ മെമ്പറാണ്, പക്ഷേ ഇന്ത്യ 2 പില്ലേഴ്സിന് മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ 14 കൺട്രീസ് ഏതൊക്കെയാണെന്ന് ഇവിടെ കാണാം. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ഓർഗനൈസേഷനോട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 84. ക്വസ്റ്റ്യൻ നമ്പർ 84 സപ്ലൈ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 84ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫോറം ഓപ്ഷൻ എ ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 85. ഗ്ലോബൽ ഫ്യൂച്ചർ കൗൺസിൽ ഓൺ ഫ്യൂച്ചർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏത് ഓർഗനൈസേഷനുമായിട്ടും അസോസിയേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 85ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വേൾഡ് എക്കണോമിക് ഫോറമാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 86. ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. ഇത് ഇന്ത്യ US ബേസ് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഇന്ത്യൻ യൂറോപ്പ് എന്നാണ് പറഞ്ഞത്, യൂറോപ്പ് യൂണിയൻ അല്ല, ഇന്ത്യൻ USA ആണ്. ഇന്ത്യയും US തമ്മിലുള്ള ഇനിഷ്യേറ്റീവ് ആണ്, ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 87. ടേം ഡേ സീറോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. ദ ഡേ വെൻ ദി മുനിസിപ്പൽ വാട്ടർ സപ്ലൈസ് ആർ എക്സ്പെക്ടഡ് ടു റൺ ഓഫ്. അതായത് എന്നാണ് മുനിസിപ്പാലിറ്റി ഒരു ദിവസം നമുക്ക് ടാക്സ് ക്ലോസ് ചെയ്ത് ജലമില്ലാത്ത ആ ദിവസത്തെയാണ് ഡേ സീറോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 88. ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. To ensure a bank has an adequate level of high quality liquid assets to withstand a 30-day trust fund scenario. Option B is the correct answer. Other question number 89. Total factor productivity based question ആണ്. Option B ആണ് correct answer. An increase in output without corresponding increase in input. Option B is the correct answer. Other question number 90. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിന്റെ കീഴിലാണ് വരുന്നത്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അതേപോലെ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്, അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ്. സോ ആൻസർ കൂടെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 90ന്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 91. ക്വസ്റ്റ്യൻ നമ്പർ 91ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇത് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് പബ്ലിഷ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ ഡേറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോമിൽ കളക്ട് ചെയ്തത് 2020-ലാണ്.
കോവിഡ് ടൈമിലാണ്. സോ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 92. കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി ഇംപ്ലൈസ് 2015 UPSC പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബിഗിൻ ഏബിൾ ടു കൺവേർട്ട് റുപ്പി ഇൻറ്റു നോട്ട്സ് ഇൻറ്റു ഗോൾഡ്. സോറി, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി. ഫ്രീലി പെർമിറ്റിംഗ് ദ കൺവേർഷൻ ഓഫ് റുപ്പി ടു അതർ കറൻസീസ് ആൻഡ് വൈസ് വേഴ്സ. അതാണ് കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി ഇംപ്ലൈസ് മീൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 93. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡും തേർഡും ഇൻകറക്റ്റ് ആണ്. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന അനുസരിച്ച് ഒരു കൃഷിക്കാരന് 6000 രൂപ ഒരു വർഷം ലഭിക്കുകയാണ്. അത് 4 മാസത്തിൽ 2000 രൂപ വെച്ചാണ് ലഭിക്കുന്നത്. ഈ ലഭിക്കുന്ന ആളിന് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിനായിരിക്കും ലഭിക്കുന്നത്. അവരുടെ ലാൻഡ് 2 ഹെക്ടേഴ്സോ അതിന് മുകളിലോ ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു വെൽഫെയർ സ്കീമിന് എലിജിബിൾ ആയിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 93യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെൻട്രൽ സെക്ടർ സ്കീമാണ് ടു പ്രൊവൈഡ് ഇൻകം സപ്പോർട്ട് ടു ഓൾ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ലാൻഡ് ഹോൾഡിംഗ് ഫാമേഴ്സ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 97. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സിന്റെ ബേസിലെ ക്വസ്റ്റ്യൻ ആണ്. അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ബാങ്കിങ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 95. ഷോർട്ട് ടേക്ക് ഓഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, എയർക്രാഫ്റ്റ് കാരിയർ. ആൻസർ കൂടി നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 96. റിപ്രസ്ഡ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനോട് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്. ഇറ്റ് റെഫേഴ്സ് ടു എ കണ്ടീഷൻ വേർ ദ ഇൻഫ്ലേഷൻ ഇസ് ഹിഡൻ ഡ്യൂ ടു ഗവൺമെന്റ് കൺട്രോൾസ് on price and wages, preventing them from rising naturally. Option C is the correct answer. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 97. ഏതൊക്കെ രാജ്യങ്ങളാണ് പെയ്ഡ് മിനിസ്റ്റർ ലീവ് നൽകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളും ഉണ്ട്, all 5. ഓപ്ഷൻ ഡി is the correct answer. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 98. പമ്പ് ആൻഡ് ഡംപ് സ്റ്റോക്ക് മാർക്കറ്റിലെ പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എ പ്രാക്ടീസ് ഓഫ് ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റിംഗ് ദ പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ആൻഡ് ദെൻ സെല്ലിംഗ് ഇറ്റ് അറ്റ് ഹയർ പ്രൈസ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്താണ് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പമ്പ് ആൻഡ് ഡംപ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇൻവോൾവ്സ് ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റിംഗ് ദ പ്രൈസ് ഓഫ് സ്റ്റോക്ക് ത്രൂ എ ഫാൾസ് ആൻഡ് മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ to sell stock at inflated price and leaves the investor a significant loss. ഇതാണ് പമ്പ് ആൻഡ് ഡംപ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 99. ഓതറൈസ്ഡ് എക്കണോമിക് ഓപ്പറേറ്റർ പ്രോഗ്രാമിന് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 99 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. It is a global initiative launched under the വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കീഴിലല്ല ഇത് വരുന്നത്. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ കീഴിലാണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 100. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത 101. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആയുർവേദയാണ് ഈ ടേംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത 102. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 102ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇത് എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്? ഈ പെർസെൻറ്റേജിൽ ഡിഫറൻസ് ആണ്. ഇതിൽ 4% ആണ് വരുന്നത്. അടുത്ത 103 ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ വേൾഡ് ബാങ്കിന്റെ കീഴിൽ വരുന്നതാണ്. അത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. It is the largest global development institution focused on the private sector in developing countries. 103 ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 104 വെസ്റ്റ് മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ഇതിൽ UK ഇല്ല, UK വരുന്നില്ല. ഇവിടെ സ്ക്രീനിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് വെസ്റ്റ് മെഡിറ്ററേനിയൻ വരുന്നത്? നോർത്തിൽ ഫ്രാൻസ് വരുന്നുണ്ട്, ഇറ്റലി വരുന്നുണ്ട്, പോർച്ചുഗീസ് വരുന്നുണ്ട്, സ്പെയിൻ വരുന്നുണ്ട്, മാൾട്ട വരുന്നുണ്ട്. സൗത്തിലാകുമ്പോൾ അൾജീരിയ, ലിബിയ, മൗറിറ്റാന, മൊറോക്കോ, ട്യൂണീഷ്യ വരുന്നുണ്ട്. ട്യൂണീഷ്യ ഏതൊക്കെ രാജ്യങ്ങളുടെ ആൻസർ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത 105 വാഷിംഗ്ടൺ കോൺസണൻസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത 106 എക്സ്ട്രാ ഓർഡിനറി റവന്യൂ ആക്സിലറേഷൻ ലോൺസ് ബേസ് ഏതൊക്കെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. G7 ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് യുക്രൈൻ റഷ്യക്കെതിരെ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പണം നൽകി $50 ബില്യൺ നൽകി G7 കൺട്രീസ് സഹായിക്കുന്നതിനാണ് എക്സ്ട്രാ ഓർഡിനറി റവന്യൂ ആക്സിലറേഷൻ ലോൺസ് എന്ന് പറയുന്നത്. അടുത്ത 107 സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 107ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോണും സ്റ്റാൻഡേർഡ് സ്കീമിൽ ബേസ് ചെയ്ത് ലോൺ നൽകുന്നത് 10 lakh to 1 crore ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ലോൺ ഇസ് ഗിവൺ ഫോർ സെറ്റിംഗ് അപ്പ് എ ന്യൂ എന്റർപ്രൈസ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ ഓൺലി എന്ന് പറയുന്നത്. ഇത് മാനുഫാക്ചറിംഗ് സെക്ടർ മാത്രമല്ല, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ മാനുഫാക്ചറിംഗ് സെക്ടർ വരുന്നുണ്ട്, അതേപോലെ സർവീസ് സെക്ടർ വരുന്നുണ്ട്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ട്രേഡിംഗ് സെക്ടർ എല്ലാം വരുന്നുണ്ട്. ലോൺ നൽകുന്നത് 10 lakh to 1 crore ആണ്. SC/ST കമ്മ്യൂണിറ്റി സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അടുത്ത 108 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീണ്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 108ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഏത് ആക്ടിന്റെ കീഴിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുന്നത് വെച്ചാൽ ഇന്ത്യൻ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860ന്റെ കീഴിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുന്നത്. The main purpose is to conduct the entrance examination for the admissions and the recruitment in higher education institutions ആണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇന്ത്യയിലെ മിക്ക എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ നീറ്റ്. അടുത്ത 109 PN3 പ്രപ്പോസൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് റിക്വയർസ് പ്രയർ ഗവൺമെന്റ് അപ്രൂവൽ ആസ് പെർ ദ FDA പോളിസി. അതായത് ഇപ്പം ഇന്ത്യ ലാൻഡ് ബോർഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്, ചൈന. ഈ രാജ്യങ്ങളെല്ലാം തന്നെ FDA ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ മസ്റ്റായിട്ടും വേണം. ഇതാണ് PN3 പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 110 ട്രേഡ് ബാലൻസ്. 110 ട്രേഡ് റൂട്ട്. ഏത് ട്രേഡ് റൂട്ട് എന്നാണ്? സിൽക്ക് റോഡാണ്. എ ആണ് കറക്റ്റ് ആൻസർ. ചൈനയുടെ ഏഷ്യൻ ആ ഒരു സിൽക്ക് റോഡിന്റെ ബേസിന്റെ ഡിസ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്ത 111 ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന ബേസിലെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇത് സൈൻ ചെയ്ത് G20 സമ്മിറ്റിനാണ് 2023ലാണ് റീസെന്റ് ആയിട്ടുള്ള. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ കോംപ്രിഹെൻസീവ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് comprising rail, road, sea routes connecting India and Middle East and Europe. Second statement correct ആണ്. Third statement India, US, European Union are among the signatories to the India Middle East Europe Economic Corridor. Second and third correct ആണ്. First statement incorrect ആണ്. ഇതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറിന്റെ മാപ്പ് കാണാം. മുംബൈയിൽ നിന്ന് സൗദി അറേബ്യ, ഒമാൻ, അവിടെ നിന്ന് ലാൻഡ് വഴി, പിന്നെ ഇസ്രായേൽ, അവിടെ നിന്ന് ജലമാർഗം ഈ യൂറോപ്പിലോട്ട് ട്രേഡാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 111
Food Safety and Standard Authority of India. Question number 112 the base option C ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഏത് മിനിസ്റ്ററിന്റെ കീഴിലാണ്? മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 113 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ബേസിസിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത 114 ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അതായത് ബയർ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ബാങ്ക് വരുന്നു, ഇതാണ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പിന് വരുന്നത്. അയാൾ കമ്പനിക്ക് മറ്റൊരു കമ്പനിക്ക് പൈസ നൽകുന്നു, അത് തിരിച്ച് കിട്ടിയതിനനുസരിച്ച് സെക്യൂരിറ്റി വരുന്നു. അടുത്ത 115 കഫാല സിസ്റ്റം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എല്ലാ ഗൾഫ് കൺട്രീസിലും ഈ ഒരു കഫാല സിസ്റ്റം, അതായത് കഫാല സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഫാല സിസ്റ്റം ഇസ് എ പ്രാക്ടീസ് ഓഫ് ടൈം ഇമൈഗ്രന്റ് വർക്കേഴ്സ് വിസ ടു ദ എംപ്ലോയർ സ്പോൺസർ. ഇത് എല്ലാ ഗൾഫ് കൺട്രീസിലും ഇല്ല. ജോർഡൻ, ലെബനോൺ, ഇറാഖ് ഡു നോട്ട് ഫോളോ ദിസ് സിസ്റ്റം. നമ്മളിപ്പം ആട് ജീവിതം ഒരു സ്പോൺസർ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് ഈ കഫാല സിസ്റ്റം. അടുത്ത 116 സോളാർ പവറിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ കൂടി നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 117 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അവിടെ ഉള്ളി വരുന്നുണ്ട്, അതാണ് തെറ്റ്. അടുത്ത 18 GST കൗൺസിലിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലാം വരുന്നുണ്ട് GST കൗൺസിൽ. GST goods and service that may be subjected to or accepted from GST, model GST laws, GST rates including floor rates with bans, special provisions of certain states. അടുത്ത 19 E-Shram portal. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അതായത് E-Shram പോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ സ്കീമാണ് E-Shram പോർട്ടൽ. അതായത് അവർക്ക് കാർഡ് പൈസ ധനം നൽകി സഹായിക്കുക, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇതൊക്കെയാണ് E-Shram പോർട്ടൽ. അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ലേബേഴ്സ്, മൈഗ്രന്റ് ലേബേഴ്സ്, ജിക് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, സൊമാറ്റോ, സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ജിക് പ്ലാറ്റ്ഫോം. ജിക് വർക്കേഴ്സ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വർക്കേഴ്സ് എല്ലാം തന്നെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് E-Shram പോർട്ടൽ, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളത്. അടുത്ത 120 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് ഇറ്റ് ടേക്സ് ഇൻടു അക്കൗണ്ട് എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ എംപവർമെന്റ് ഓൺലി എന്ന് പറയുന്നത്. ഈ ഉള്ളി എല്ലാം എപ്പോഴും ഇൻകറക്റ്റ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. സോ അതിൻ്റെ 4 dimensions ആണുള്ളത്. ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ്, ഹെൽത്ത് ആൻഡ് സർവൈവൽ, പൊളിറ്റിക്കൽ എംപവർമെന്റ് എല്ലാം വരുന്നത്. അടുത്ത് RBI 100 ഡോക്യുമെന്റ്. 121 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂന്നെണ്ണം കറക്റ്റാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറേഷൻ, ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ്, സെറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത 122 ടയർ 1 ക്യാപിറ്റൽ റേഷ്യോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് മെഷേഴ്സ് ദ ബാങ്ക്സ് കോർ ഇക്വിറ്റി ക്യാപിറ്റൽ കമ്പയർഡ് ടു ഇറ്റ്സ് ടോട്ടൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. അടുത്ത നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 123ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ 60 lakhs എന്നാണ് പറയുന്നത്. ഇത് 6 lakh crores എന്നാണ്. അതായത് 60 lakh crores അല്ല, 6 lakh crores ആണ് ഇതിന്റെ എയിമിൽ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ബ്രൗൺ ഫീൽഡിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സ് ആണ്.
എന്താണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ? അതായത് ബ്രൗൺഫീൽഡ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് 2000 ഫിനാൻഷ്യൽ ഇയർ 2022 മുതൽ 20 വരെ ഈ ബ്രൗൺഫീൽഡ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് 6 lakh crores കളക്ട് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 124 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. ഇത് നാഷണൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിസൊല്യൂഷൻ നെറ്റ്വർക്കാണ്. യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 125 കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് റഷ്യയാണ്, ഫ്രാൻസ് അല്ല. മറ്റൊന്ന് ഇത് ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഇമ്പോർട്ടർ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റാണ് കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ്. സോ കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് വിച്ച് യൂസ് ഇമ്പോർട്ടർ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത സെബി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 126ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒന്നുമില്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത 127 കൺസെപ്റ്റ് ഓഫ് ഡീകപ്ലിംഗ് ഇൻ ദ ട്രേഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. It is a process by which the countries reduce their economic and trade dependence on each other. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 128 ഡയറക്റ്റ് സീഡിംഗ് ഓഫ് റൈസ് എന്ന ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇത് ഏഷ്യൻ കൺട്രീസിലല്ല, സൗത്ത് അമേരിക്കൻ കൺട്രീസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്ത 129 ഗ്രീൻ എഡ്യൂക്കേഷൻ പാർട്ട്ണർഷിപ്പ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യുനെസ്കോയുടെ കീഴിലാണ് വരുന്നത് ഗ്രീൻ എഡ്യൂക്കേഷൻ പാർട്ട്ണർഷിപ്പ്. നമ്മൾ PM ശ്രീ സ്കീം ഡിസ്കസ് ചെയ്തപ്പം ഈ ഗ്രീൻ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അടുത്ത 130 റീജിയണൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഓർ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഏത് കൺട്രീസ് ആണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ് വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 131 ജിനി കോഎഫിഷ്യന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റാണ്. ഇവിടെ ഇൻഇക്വാളിറ്റി മാത്രമല്ല ജിനി കോഎഫിഷ്യന്റിൽ വരുന്നത്, മെഷേഴ്സ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, അതേപോലെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ വരുന്നുണ്ട്. 0 ഇൻഡിക്കേറ്റ്സ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഇക്വാളിറ്റിയാണ്. 1 ഇൻഡിക്കേറ്റ്സ് പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി. അടുത്ത 132 നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 132 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് തേർഡും വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ഇതൊരു മിനിസ്റ്റർ ഓഫ് കൾച്ചറിൻ്റെ കീഴിൽ വരുന്നത്. മിനിസ്റ്റർ ഓഫ് കൾച്ചർ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്. അടുത്ത 133 ജിക് എക്കണോമി ബേസ്. എന്താണ് ജിക് എക്കണോമി എന്നാണ് ഡിസ്ക്രിപ്ഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വർക്ക് ഫോഴ്സ് ഇസ് എൻഗേജ് ഇൻ ഷോർട്ട് ടേം ഫ്ലെക്സിബിൾ ജോബ്സ് ആൻഡ് ഓഫൻ ഫെസിലിറ്റേറ്റഡ് ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ജിക് എക്കണോമി. ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ വർക്കേഴ്സ് ഇല്ലേ, ഫുഡ് ഡെലിവറി, അവരൊക്കെ തന്നെ ജിക് എക്കണോമിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പം അവരെ ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കൂ. എ വർക്ക് ഫോഴ്സ് ഇസ് എൻഗേജ് ഇൻ ഷോർട്ട് ടേം flexible jobs and often facilitated through digital platform. So gig economy, an individual employed transactional on time or task based manner having flexible to choose their hours of work. Zomato workers, Swiggy workers എല്ലാം gig workersന്റെ എക്സാമ്പിൾ ആയിട്ടാണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്, വായിച്ച് നോക്കൂ. ജിഗ് എക്കണോമിയുടെ പ്രോൺസും കോൺസും നൽകിയിട്ടുണ്ട്. അതേപോലെ
ടോപ്പ് റീസൺസ് ഫോർ വർക്കിംഗ് ഇൻ ജിഗ്നോ എക്കണോമിൻ്റെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത GST ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് GST ഇസ് എ സിംഗിൾ സ്റ്റേജ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് അല്ല, GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 136 ഇൻഫ്ലേഷൻ ബേസ്ഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പ്രോപ്പർട്ടി ഇൻഡെക്സിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ആക്ച്വലി 138 ഡിജിറ്റൽ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എൻഹാൻസ് സെക്യൂരിറ്റി ആൻഡ് മിറ്റിഗേറ്റ് ഫ്രോഡ് റിസ്ക് ഇൻ ഡിജിറ്റൽ പേയ്മെന്റ്സ്. RBIന്റെ പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. ആൻസർ കൂടി നൽകിയിട്ടുണ്ട്. അടുത്ത വിയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചത്. എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി വേസ്റ്റ് മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ്, എയർപോർട്ട്സ്, റോഡ്സ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എല്ലാം വിയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് വരുന്നുണ്ട്. എന്താണ് വിയബിലിറ്റി ഫണ്ടിങ്? അതായത് ഇപ്പം ഒരു സിറ്റിയിൽ ഒരു മെട്രോ പ്രോജക്റ്റ് വരികയാണ് വിചാരിക്കുക. അതിൻ്റെ ടോട്ടൽ പൈസ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയത് 1000 crore ആണ്. അപ്പോൾ ഒരു കമ്പനി ഏറ്റെടുക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് കാര്യങ്ങൾക്ക്. ആ കമ്പനിക്ക് കയ്യിൽ നിന്നിടാനുള്ള പൈസ 500 കോടിയാണ് വിചാരിക്കുക. ബാങ്കിൽ നിന്ന് കിട്ടാവുന്നത് 300 കോടി. ഇനി 200 കോടി രൂപ വേണം, ഷോർട്ടേജ് വരുന്നു. അപ്പം ഗവൺമെൻറ് അത് ഗ്രാൻഡായിട്ട് നൽകും. അത് കമ്പനി പ്രീപേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെയാണ് വിയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഫണ്ട് ചെയ്യും ആ ഷോർട്ടേജ് വരുന്ന സമയത്ത്. ഇതിനാണ് വിയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 140 ഏഞ്ചൽസ് ലോന്റെ ബേസിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. As income increases, the proportion of income spent on the food decreases. Option B is the correct answer of 140. അതായത് ഒരു വീട്ടിൽ ഇൻകം ഇൻക്രീസ് ആവും, പക്ഷേ എങ്കിലും വേണ്ട രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ വരുന്നില്ല. ഇതിനാണ് ഏഞ്ചൽസ് ലോ എന്ന് പറയുന്നത്. അടുത്ത 141 പർച്ചേസിംഗ് മാനേജ് ഇൻഡെക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഈ പർച്ചേസിംഗ് മാനേജ് ഇൻഡെക്സ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ടു അസസ് ദ എക്കണോമിക് ഹെൽത്ത് ഓഫ് ദി മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് സെക്ടർ. ഇത് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പർച്ചേസിംഗ് മാനേജ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. 50 ബേസ് ചെയ്ത ക്വസ്റ്റ്യനൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 142 സൊണോറോ 64 ആൻഡ് ലിമ റോജോ 64 ഇതെല്ലാം വീട്ടിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സൗത്ത് മെക്സിക്കോ റീജിയൻസ്. അടുത്ത 143 ഫെയിം, വീണ്ടും ഫേസ് 2 ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫേസ് 3 ബേസ് ചെയ്ത് നേരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇത് ഫേസ് 2 ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നാഷണൽ ആക്ഷൻ പ്ലാൻ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലൊന്നുമല്ല ഫെയിം വരുന്നത്. ഇലക്ട്രോണിക്സിന്റെ കീഴിലൊക്കെയാണ് ഫെയിം വരുന്നത്. നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷന്റെ കീഴിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 144 ഗഡ്ജിൽ ഫോർമുല ഡെവലപ്പ് ഫോർ അലോക്കേറ്റിംഗ് സെൻട്രൽ അസിസ്റ്റൻസ് ഫണ്ട്സ്. ഇത് ഫോർത്ത് 5-year പ്ലാനിലാണ് ഗഡ്ജിൽ ഫോർമുല വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 145 ദ ടേം കർവാസ്, സറാങ്സ്, മലാസ് എല്ലാം മാരിടൈം ട്രേഡിനെ ബേസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.